ഹല്ലേലൂയ. ഫെലോഷിപ്പിലേക്ക് എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ഒരു ദിനം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വചനം പറ, അന്ത്യകാലത്ത് എൻ്റെ സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് വിശ്വസിക്കുക. നമ്മളെ അന്ത്യകാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഒഴുകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് എത്ര പേർ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും? ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നൊന്ന് നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ അത്യന്ത ശക്തിയാൽ ഞങ്ങളൊന്ന് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. മൺകൂടാരങ്ങളിൽ കർത്താവേ, അങ്ങയുടെ അത്യന്ത ശക്തി ഇന്ന് വന്ന് നിറയട്ടെ. എത്ര പേർന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വചനം പറഞ്ഞ് നിങ്ങൾ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. എന്ന് നിന്റെ ജീവിതത്തിൽ നീ ബലഹീനനാണെങ്കിൽ ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് ചോദിക്കാൻ തുടങ്ങുക. ചോദിക്കുന്നവർക്കെല്ലാം ധാരാളമായി കൊടുക്കുവാൻ ആ കർത്താവ് വിശ്വസ്തനത്രേ. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ കാണുന്നവരെല്ലാം ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നദി കർത്താവെ ഇവരുടെ ജീവിതത്തിലൂടെ ഒഴുകുവാൻ തുടങ്ങട്ടെ. ആ ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാലത്ത് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ അങ്ങയുടെ അത്യന്ത ശക്തിയാൽ കർത്താവ് ഇന്ന് ഞങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും ചേർത്തടിക്കുമ്പോൾ തന്നെ അതിരങ്ങളെല്ലാം തുറന്ന് ആ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിന്ന് വന്നതുപോലെ അല്ല കർത്താവേ. ഹല്ലേലൂയ. സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ ഒരു നിറവ്, ഒരു ആത്മനിറവ്. ഹല്ലേലൂയ. കർത്താവ്, ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മശക്തിയെ ദൈവം ഞങ്ങളുടെ മേലിൽ നിന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ആ കർത്താവിനോട് പറ, കർത്താവ്, എനിക്ക് മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു അത്യന്ത ശക്തി ഞങ്ങളിലൂടെ ഒഴുകട്ടെ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. ചേർന്ന് പാടാമോ? മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിയിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിയിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, ചെറുപാടിയാലും വരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, വരയോളം പോരാ ശക്തി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. ചെറുത് പാടിയാലും പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, വരയോളം പോരാ ശക്തി. പാടിയാലും മുട്ടോളം പോരാ ശക്തി, വരയോളം പോരാ ശക്തി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ,
ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. വാദിയിലെന്ന പോൽ ആത്മാവേ അധിക ബലം തരണേ. വാദിയിലെന്ന പോൽ ആത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ നിൻ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിൻ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണ. സർവശക്തിയോടെ ചേർന്ന് പരിശുദ്ധാത്മാവേ നിൻ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോൽ ആത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോൽ ആത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തിയെ പകർന്നതിനായി നന്ദി പറയുകയാണ് കർത്താവേ. താങ്ക് യു ലോർഡ്. എത്ര പേർ ആ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് പറയുവാനായി സാധിക്കും, ഈ ലോകത്തിലെ എത്ര വലിയ പ്രശ്നം എന്നെ തോൽപ്പിക്കുവാനായി, പരാജയപ്പെടുത്തുവാനായി നോക്കിയാലും എൻ്റെ കൂടെ എൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതിനാൽ ഞാൻ ആ പ്രശ്നങ്ങളെ എല്ലാം മറികടക്കും, ആ പ്രശ്നങ്ങളെ എല്ലാം ഞാൻ നേരിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ ലോകത്തിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് വചനത്തിൽ നിന്ന് പഠിക്കുവാനായി ബ്രദർ ഡാമിയനെ കരങ്ങളെ ചേർത്തടിച്ച് ഈ സമയത്ത് സ്വീകരിക്കാം. ചാപ്റ്റർ 12 ഒന്നാം വചനം മുതൽ ചിലത് ഞാൻ വായിക്കുന്നു, ഇതിനുശേഷം മലയാളത്തിൽ വായിക്കാം. വേഴ്സ് നമ്പർ 1. At that time Jesus went through the grain fields on the Sabbath. His disciples were hungry and began to pick some heads of grain and eat them. When the Pharisees saw this, they said to him, "Look, your disciples are doing what is unlawful on the Sabbath." 1-2 വചനങ്ങൾ ചേർത്ത് വായിക്കാം. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വെള്ളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് അവനോട് പറഞ്ഞു. യേശുവും തൻ്റെ ശിഷ്യന്മാരും വിളഭൂമിയിലൂടെ ശബ്ബത്തിൽ എന്ന് വെച്ചാൽ ഒരു ശനിയാഴ്ച ദിവസം, ആഴ്ചയുടെ 7ാമത്തെ ദിവസം, ദ 7th ഡേ, അതിനെയാണ് അവർ സബത്ത് എന്ന് പറഞ്ഞിരുന്നത്. അന്നത്തെ രീതി അനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള സമയത്തെയാണ് അവർ ശബത്തായി കണ്ടുകൊണ്ടിരുന്നത്. യേശു ശിഷ്യന്മാരും വിളഭൂമിയിലൂടെ കടന്നുപോയി. വിളഭൂമി എന്ന് വെച്ചാൽ കൊയ്ത്തിന് വേണ്ടി റെഡിയായിരിക്കുന്ന വിളഞ്ഞ കതിരുകൾ ഇങ്ങനെ കിടക്കുന്ന ഭൂമിയിലൂടെ അവർ പോവുകയാണ്. എവിടെയാണ് ഇവർ പോകുന്നത്? കുറച്ച് താഴേക്ക് വന്നാൽ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് യേശു പള്ളിയിലോട്ട് പോവുക. അവനവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ പള്ളിയിലേക്കുള്ള യാത്രയാണ്. ഇവരെല്ലാവരും കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് തന്നെ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെയ്തത്, ഹിസ് ഡിസൈപ്പിൾസ് വർ ഹംഗ്രി. ശിഷ്യന്മാർക്കെല്ലാം ഭയങ്കര വിശപ്പ്. അവർ എന്താ ചെയ്തത്? ദേ ബിഗാൻ ടു പിക്ക് സം ഹെഡ്സ് ഓഫ് ഗ്രെയിൻ ആൻഡ് ഈറ്റ് ദം. അവിടെ കതിർ പറിച്ച് തിന്ന് തുടങ്ങി. ഇത് വെൻ ദ ഫാരിസീസ് സോ ദിസ്, ഇത് പരീശന്മാർ കണ്ടു എന്ന് വെച്ചാൽ അത് വഴി പോകുന്ന മാത്രമല്ല, ദേ വർ ഓൾവേസ് അണ്ടർ ഒബ്സർവേഷൻ. അറിയാലോ, ഇപ്പോഴും ഇവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് ചെയ്യുന്നോ അതിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി തന്നെ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അത് പരീശന്മാർ കണ്ടപ്പോൾ they said to him, യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, look, your disciples are doing what is unlawful on the Sabbath. ശബത്തിൽ വിഹിതമല്ലാത്തത്, ചെയ്യുവാൻ പാടില്ലാത്തത്, നിയമവിരുദ്ധമായത് അവർ ചെയ്യുന്നു. ആ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു. അടുത്ത ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇവർ ചെയ്തത് നിയമരഹിതമായിരുന്നോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിരുന്നോ? ഉത്തരം അല്ല. 2 കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, ആരുടെയോ വിളഭൂമിയിലൂടെയാണ് പോകുന്നത്, അത് അനുവാദമില്ലാതെ പറിച്ച് തിന്നാമോ? ഒന്നാമത്തെ ചോദ്യം. കട്ട് തിന്നുകയല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇത് ചെയ്തത് ഒരു ശബത്ത് ദിവസമാണ്, ശബത്ത് ദിവസം അത് ചെയ്യാമോ? 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ 2ൻ്റെയും ഉത്തരം കണ്ടുപിടിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 23, 24 and 25. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 24-25 വചനങ്ങൾ. When you come into your neighbor's vineyard, you may eat your fill of grapes at your pleasure, but you shall not put any in your container. Verse number 25. When
You come into your neighbor's standing grain, you may pluck the heads with your hand, but you shall not use a sickle on your neighbor's standing grain. അത് ചേർന്ന് വായിക്കാം. കൂട്ടുകാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാകുമ്പോൾ നിനക്ക് തിന്നാം, എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത്. കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വെക്കരുത്. എന്ന് മനസ്സിലായി? അവിടെ കർത്താവ് തന്നെ നേരത്തെ ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. നല്ല വിശപ്പാണ്, വിശപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു വിളഭൂമിയിലൂടെ, നിൻ്റെ അല്ല വേറൊരാളുടെ, കൂട്ടുകാരനെ എന്ന് ഉദ്ദേശിക്കുന്ന യുവർ നെയ്ബേഴ്സ് ഓർ സംബഡി എൽസസ്, അന്യൻ്റെ ഒരു വിളഭൂമിയിലൂടെ പോകുമ്പോൾ നല്ല വിശപ്പാണെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു, അങ്ങനെ വിശന്നൊന്നും പോകണ്ട, എൻ്റെ വിളവാണത്, പുള്ളിയുടെ അല്ല, ഞാനത് പാട്ടത്തിന് ഇപ്പോൾ തൽക്കാലം കൊടുത്തേക്കുക. കർത്താവിൻ്റെ രീതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, പോകുന്ന വഴിക്ക് ആവശ്യം പോലെ പറിച്ച് തിന്നോ. പക്ഷേ മുന്തിരിത്തോട്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് പറിച്ച പാത്രത്തിലിട്ട് അടിച്ച് മാറ്റരുത്. അത് ശരിയല്ല. വിശപ്പുണ്ടെങ്കിൽ വയറ് നിറയെ കഴിച്ചു. അതിന് അനുവാദം കർത്താവ് കൊടുത്തു, അയാളുടെ അനുവാദം വേണ്ട. കാരണം എന്താ? സങ്കീർത്തനം 24:1 പറയുന്ന സർവ്വഭൂമിയും കർത്താവിൻ്റെതാണ്. കർത്താവിന് അവകാശമുണ്ട് ലൈസൻസ് എഴുതി കൊടുക്കാൻ. ഇനി അടുത്തത്, വിളഭൂമിയിലൂടെ പോകുമ്പോൾ, വിളഭൂമി എന്നുദ്ദേശിക്കുന്നത് ഗോതമ്പോ ബാർലിയോ ഇതൊക്കെ ആയിരിക്കും. പോകുന്ന സമയത്തും എന്ത് ചെയ്യാം, കതിർ പറിച്ച് കൈകൊണ്ട് പറിച്ച് തിന്നാം. പക്ഷേ അരിവാള് വെച്ച് കുറേ കൊയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കരുത്. ഇതാണ് കർത്താവ് കൊടുത്തിരുന്ന നിയമം. അതിൻ്റെ അർത്ഥം ആ രീതിയിൽ ഒരു മോഷണമോ നിയമവിരുദ്ധമായൊരു പ്രവൃത്തിയോ ശിഷ്യന്മാർ ചെയ്തിട്ടില്ല. യേശു ഇവിടെ തിന്നതായിട്ട് പറഞ്ഞിട്ടുമില്ല, ശിഷ്യന്മാർ തിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം ക്ലിയറായി. അടുത്തത്, ശബത്തിൽ അത് തിന്നു എന്നുള്ളതാണ് അടുത്ത ആരോപണം. ശബത്തിൽ അത് പറിച്ച് തിന്നാമോ? അതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ശബത്ത് കർത്താവ് കൊടുത്തു. ശബത്തെന്ന് വെച്ചാൽ ശരിക്കും വിശ്രമം എന്നുള്ളൊരു അർത്ഥമാണ് അതിനകത്തുള്ളത്. എല്ലാവരും പറഞ്ഞ വിശ്രമം, റെസ്റ്റ്, അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അവിടെ കർത്താവാണ് അങ്ങനെ ഒരു ശബത്ത്. ഇത് 4ാമത്തെ കൽപ്പനയാണ്, എല്ലാവർക്കും അറിയാലോ. ദിസ് ഈസ് ദ 4th commandment, 4ാം കൽപ്പന. കർത്താവിൻ്റെ ആ ദിവസം അഥവാ ശബത്തിനെ വിശുദ്ധമായി ആചരിക്കണം. അന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഈ ഒരു കൽപ്പന കൊടുത്തെങ്കിലും അതിനോട് ചേർന്ന് പരീശന്മാർ ചെയ്തുകൊണ്ടിരുന്നത് innumerable restrictions were imposed upon men by the Pharisees. പരീശന്മാർ ഇത് കൂടാതെ കർത്താവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അസംഖ്യം നിയമാവലികൾ വേറെയും കൊണ്ടുവന്നു. ഒത്തിരി നിയമങ്ങൾ. ഒരു ഞായറാഴ്ച ഞാനിത് വളരെ നീട്ടി പ്രസംഗിച്ചതാണ് കുറേ നാൾ മുമ്പ്. എന്നാൽ സംഭവിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 23 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ശബത്തിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കൊച്ചു നിയമാവലികൾ അവർ കൊണ്ടുവന്ന് ആയിരക്കണക്കിന് നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനമേറിയ ഘനമേറിയ പ്രാധാന്യമുള്ള പലതും ഇതിനിടയിൽപ്പെട്ട് മാറുകയും ചെയ്തു. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കൊച്ചു കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, there were 39 classes of laws on the Sabbath alone. ശബത്തിന് വേണ്ടി മാത്രം, ആ ഒരു കൽപ്പനയ്ക്ക് വേണ്ടി മാത്രം, ആ കൽപ്പനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി 33 വർഗങ്ങളിലുള്ള നിയമങ്ങൾ അവർ വേറെ ഉണ്ടാക്കി. അപ്പോൾ അവർ പറയുന്നതാണ്, ദൈവത്തിൻ്റെ ഒരു കൽപ്പനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് ചുറ്റും വേലി കെട്ടുന്നത് പോലെ, മതിൽ കെട്ടുന്നത് പോലെ വേറെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ അതിനു വേണ്ടി വോളിയങ്ങൾ അവർ എഴുതി. അങ്ങനെ ദൈവവചനം കൂടാതെ പാരമ്പര്യങ്ങളായി കുറേ അധിക നിയമങ്ങൾ, ആയിരക്കണക്കിന് നിയമങ്ങൾ അവരുണ്ടാക്കി. ഓക്കെ, ഇന്ന് ഇസ്രായേലിൽ പോകുന്നവർക്കറിയാം, ഇസ്രായേലിലെ യഹൂദന്മാർ നടത്തുന്ന, യഹൂദന്മാരുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങുകളിൽ ചെന്നാൽ ഒരു 8 നിലയോ 25 നിലയോ ഉണ്ടെങ്കിൽ അതിൽ സാബത്ത് ലിഫ്റ്റ് ഉണ്ട്. സാബത്ത് ലിഫ്റ്റ്
അവിടെ പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതിൽ കയറിയാൽ ശനിയാഴ്ച ദിവസം ഈ ലിഫ്റ്റിൻ്റെ ബട്ടൺസ് ഓപ്പറേറ്റ് ചെയ്യില്ല. ശനിയാഴ്ച ദിവസം നമ്മളതിൽ കയറി നിന്നാൽ മാത്രം മതി, എല്ലാ നിലയിലും അത് നിർത്തിയേ പോകും. ഇതുണ്ട്. ഞങ്ങൾ എല്ലാ വർഷം ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങൾ കയറുന്നതാണ്. ശനിയാഴ്ച ദിവസം 25ാമത്തെ നിലയിൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ നിലയിൽ കയറി നിന്ന് കഴിഞ്ഞ് ക്ലോസ് ആയാൽ അത് തന്നെ എല്ലായിടത്തും നിർത്തിയേ പോകും. കാരണം എന്താ? ആ ലിഫ്റ്റിൻ്റെ ബട്ടൺ അമർത്തുന്നത് പോലും ശബത്ത് ലംഘനമാണെന്നാണ് ഇന്നും യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അവിടെ ഹീബ്രു ലെറ്ററിലും എല്ലാം അതിലെഴുതിയിട്ടുണ്ടാവും 1, 2, 3, 4. ബാക്കി തിങ്കൾ മുതൽ വെള്ളി വരെ, പിന്നെ ഞായറും എല്ലാം അതെന്ത് ചെയ്യും? വർക്കിയും. എല്ലാത്തിലും കുത്താം. പക്ഷെ ശബത്ത് ദിവസം കുത്താൻ പാടില്ല അവർക്ക്. അതുകൊണ്ട് എല്ലാത്തിലും നിർത്തിയേ പോകും. ഇന്നും അങ്ങനെ. ഇത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? നോ, അതൊന്നുമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ആ ഒരു ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ച് കർത്താവ് ചെയ്തതെല്ലാം ഓർക്കാനും ദൈവത്തോടുകൂടി അടുക്കുവാനുമായി ഒരു ദിവസം ചെലവഴിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെയാക്കി അവസാനം? കതിർ പറിച്ച് തിന്നാൻ പാടില്ല, വിറക് പെറുക്കിയാൽ, അന്ന് എവിടെയെങ്കിലും പോയി വിറക് പെറുക്കിയാൽ അവനെ കത്തിക്കും. മനസ്സിലായി? അതുപോലെ കഠിനമാക്കി മറ്റൊരു രീതിയിലേക്ക് ആ കൽപ്പന മാറ്റി. ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. ദൈവത്തിൻ്റെ വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നത് മാരകമായ ഒരു പാപമാണ്. അപ്പസ്തോല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ പൗലോസ് അവസാനം ഇങ്ങനെ വരെ പറഞ്ഞു: ദൈവവചനത്തെ കോട്ടിക്കളയുന്ന അങ്ങനെയുള്ളവരെ പോലെയും അല്ല ഞങ്ങൾ ദൈവവചനം ശുശ്രൂഷിക്കും. ദൈവവചനത്തിൽ ചിലർ എന്ത് ചെയ്യും? കോട്ടിക്കളയും. ഏറ്റവും അപകടം പിടിച്ചത്, പഠിപ്പിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ കോട്ടിക്കളഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിച്ച് ഒരു മതമാക്കി മാറ്റി അതിനെ പഠിപ്പിച്ചാൽ, കർത്താവ് അവസാനം ഇങ്ങനെയും കൂടി പറഞ്ഞു: നിങ്ങൾ അന്ധന്മാരാ, മറ്റുള്ളവരെ കൂടെ വഴികാട്ടി എല്ലാവരും കൂടെ കുഴിയിൽ ചെന്ന് വീഴുന്നതിന് തുല്യമായി ഇത് മാറും. അന്ധനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ആത്മീയ അന്ധത ബാധിച്ച വ്യക്തികൾ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ എല്ലാവരും കൂടെ കുഴിയിൽ ചെന്ന് വീഴും എന്നുവരെ കർത്താവ് പറഞ്ഞു. ഓക്കെ, 3-ാം വചനം മുതൽ വായിക്കുമ്പോൾ കർത്താവ് 2 എക്സാമ്പിൾസ് നൽകുകയാണ്. എന്തിനു വേണ്ടി? ജീസസ് ഈസ് ലിസ്റ്റിംഗ് 2 എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ഹിസ് ആർഗ്യുമെൻറ്റ്. ഇത് തെറ്റല്ല, ശബത്ത് ലംഘനമല്ല എന്ന് പറയാൻ 2 ഉദാഹരണങ്ങൾ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 3 Verse number 3, he answered, haven't you read what David did when he and his companions were hungry? He entered the house of God, and he and his companions ate the consecrated bread, which was not lawful for them to do, but only for the priests. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്തെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും ഭക്ഷിക്കുവാൻ നിയമാനുസൃതമല്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? ഇതാണ് കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കാട്ടുന്ന ഒരു ഉദാഹരണം. അതായത് ദാവീദും തനിക്ക് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ, അവിടെ ദാവീദും പഴയ നിയമത്തിൽ ദാവീദിനോട് കൂടെയുള്ളവരും, ഇത് ദാവീദ് പുത്രനോട് കൂടെയുള്ളവരും. ദാവീദിനോട് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ അവർ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരല്ലാതെ വേറെ ആരും ഭക്ഷിക്കാൻ പാടില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് തിന്നു. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊരു പാപമായി കണക്കാക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അത് കഴിച്ചത് ഒരു സ്ഥലത്തൊരു പാപമായി ദൈവം കണക്കാക്കിയിട്ടില്ല, നിങ്ങളും കണക്കാക്കുന്നില്ല. അടുത്തൊരു ഉദാഹരണം 5-ാം വചനം. Or haven't you read in the law that the priests on Sabbath duty in the temple desecrate the Sabbath and yet are innocent? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? ഇനി അടുത്തത്, ശബത്തിൽ പുരോഹിതന്മാർ പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല, വിറക് വെറുക്കാൻ പാടില്ല, ഇറങ്ങി ഇത്ര അടിയിൽ കൂടുതൽ നടക്കാൻ പാടില്ല, ഇന്നിന്ന ജോലികൾ ചെയ്യാൻ പാടില്ല.
ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പാലിക്കുന്നെങ്കിലും പുരോഹിതന്മാർ പുരോഹിതന്മാർ അന്നത്തെ ശബത്തിൻ്റെ ദിവസം എന്താ ചെയ്യുന്നത്? ശബത്തിൻ്റെ ദിവസമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി. ഏറ്റവും കൂടുതൽ അവർ ജോലി ചെയ്യുന്നത് ശബത്തിൻ്റെ ദിവസമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 28:9-10 എഴുതി വെച്ചാൽ മതി, വായിക്കണ്ട. ശബത്ത് ദിവസമാണ് കൂടുതൽ യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ശബത്ത് നാളിൽ കൂടുതൽ. അതെല്ലാം ആരാ ചെയ്യുന്നത്? പുരോഹിതന്മാർ. ഓക്കെ, പുരോഹിതന്മാരാണ് അന്നത്തെ ദിവസം കൂടുതൽ ജോലി ചെയ്യുന്നത്. അത് ശബത്ത് ലംഘനമാണോ? അല്ല. ഓക്കെ, മാത്രമല്ല യഹൂദന്മാർ ശബത്ത് ദിവസം പരിച്ഛേദന കഴിച്ചുകൊണ്ടിരുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7:22-24 വരെയുള്ള വചനങ്ങൾ. മോസസ് therefore gave you circumcision, not that it is from Moses, but from the fathers. And you circumcise a man on Sabbath. If a man receives circumcision on Sabbath, so that the law of Moses should not be broken, are you angry with me because I made a man completely well on the Sabbath? Do not judge according to the appearance, but judge with righteous judgment. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കയാൽ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. ഓക്കെ, നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. ഓക്കെ, ശബത്തിൽ അവർക്ക് പരിച്ഛേദന കഴിക്കുക, അതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നുവെങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടൊരു വിധി പറയരുത്. പകരം എങ്ങനെയാ ചെയ്യേണ്ടത്? നീതിയുള്ള വിധി വിധിപ്പിൻ. അപ്പം അവിടെ നിങ്ങൾക്കിതെല്ലാം ചെയ്യാം, ഇവിടെ ഇത് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല. എന്ത് ന്യായം? അപ്പം എത്ര സമർത്ഥമായിട്ടാണ് കർത്താവ് ഓരോന്നിനും മറുപടി നൽകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13:15-16 വരെയുള്ള വചനങ്ങൾ. The Lord then answered him and said, Hypocrite, does not each one of you on the Sabbath loose his ox or donkey from the stall and lead it away to water it? So ought not this woman, being a daughter of Abraham, whom Satan has bound, think of it, for 18 years be loosed from this bond on the Sabbath? കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. വാവ്! അടുത്ത കർത്താവിൻ്റെ ചോദ്യം എന്താണ്? നിങ്ങൾ ശബത്ത് ദിവസത്തിൽ നിങ്ങളുടെ കാളയോ കഴുതയോ ഏതെങ്കിലും കഴുതയോ എന്ത് ചെയ്യുന്നു? കഴുതയെ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലേ? 16-ാമത്തെ വചനത്തിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നോക്കി, അവിടെ കിടക്കുന്ന തൊഴുത്തിൽ കിടക്കുന്ന ഒരു കാളയോ കഴുതയെയോ അതിൻ്റെ കയറഴിച്ച് ബന്ധനമഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുകയോ തീറ്റ കൊടുക്കുകയോ നിങ്ങൾ ചെയ്യില്ലേ? ശബത്ത് ദിവസം അവരെല്ലാം പട്ടിണി കിടക്കണം? അല്ല, അതവർ ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾക്ക് അവർ ആ ദിവസം കൊണ്ടുപോയി തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ചോദിക്കുന്നത്, 18 സംവത്സരമായി ആ പശു ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നത് പോലെ, കാള ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നത് പോലെ സാത്താൻ കെട്ടിയിട്ടിരുന്ന ഈ അബ്രഹാമിൻ്റെ മോളെ എനിക്ക് ബന്ധനമഴിച്ചാൽ അതിലെന്താ തെറ്റ്? ഓ, എത്ര ഷാർപ്പ കർത്താവിൻ്റെ ചോദ്യം! കറക്റ്റ്, കുറിക്ക് കൊള്ളുന്ന കാര്യങ്ങളാണ് കർത്താവ് ചോദിക്കുന്നത്. ഇനി 6, 7, 8 വചനങ്ങളിലേക്ക് വരാം. മത്തായി 12-ാം അധ്യായം 6, 7, 8. I tell you that something greater than the temple is here. If you had known what these words mean, I desire mercy, not sacrifice, you would not have condemned the innocent, for the Son of Man is the Lord of the Sabbath. എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു
എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. അതോ എല്ലാവരും ചേർന്നൊന്നുകൂടി വായിക്കാം. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. ശബത്തിനും കർത്താവാകുന്നു. രണ്ട് വചനങ്ങൾ കുറിച്ച് വെക്കുക. ഹോശേയ 6:6, ഹോസിയ 6:6, 1 Samuel chapter 15 verse number 22, 1 ശമൂവേൽ 15:22. ഈ രണ്ട് വചനങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഏതാണ്? യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ ഹോശേയ അത് പറഞ്ഞിട്ടുണ്ട്. 1 ശമൂവേൽ 5:22 പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കുന്നത് അത് വായിച്ചു നോക്കിയേ. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാവും. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഈ വചനങ്ങൾ കൂടെ കൂടെ നമ്മൾ കാണുന്നതാണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വലിയ വലിയ യാഗങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായി നോക്കി പഠിച്ച് കണ്ട് അനുസരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ശബത്ത് അനുസരിക്കണോ വേണ്ടേ? അതാണ് അടുത്തൊരു ചോദ്യം. ഇത് പറയാൻ കാരണം, ചില ഡിനോമിനേഷൻസ് ശബത്തിനെ ഭയങ്കര പ്രാധാന്യമുള്ളതായി കാണുന്നുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവർക്കൊന്നും ചെയ്തുകൂടാ, പ്രവർത്തിക്കാൻ പാടില്ല, പരീക്ഷകൾ എഴുതാൻ പാടില്ല, ശനിയാഴ്ച ദിവസം ഒന്നും ചെയ്യാൻ പാടില്ലാത്ത പ്രത്യേക സഭാവിഭാഗങ്ങളുണ്ട്. ആ കൽപ്പനയെ വളരെ ശക്തമായി 7ാമത്തെ ദിവസത്തെ 7th ഡേ ഇന്നും വളരെ പരിശുദ്ധമായി ആചരിക്കണം എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്യുന്ന സഭാ സമൂഹങ്ങൾ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാനതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഏതൊരു ദിവസം ഞായറാഴ്ച സാബത്ത് റെസ്റ്റിനെ കുറിച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാനൊരു ഞായറാഴ്ച പ്രസംഗിച്ചപ്പോൾ ഇമെയിലിലൊക്കെ എനിക്ക് വളരെ ശക്തമായ ഭാഷയിൽ എനിക്ക് കുറേ മറുപടികൾ കിട്ടി. നിങ്ങളിനി മേലിൽ അത് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ പോവുക. ഇന്ന് ശബത്ത് നമ്മൾ ആചരിക്കണോ? ചിലരിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെ ശബത്ത് ഞായറാഴ്ചയാണ്. അവിടെ 4ാമത്തെ കൽപ്പനയാണ് കർത്താവ് യഹൂദന്മാർക്ക് കൊടുത്തത്, ശബത്ത് ദിവസം 7ാം ദിവസം. പക്ഷേ നമ്മളിന്ന് 7ാം ദിവസമല്ല, 1ാം ദിവസം ഞായറാഴ്ചയാണ് നമ്മുടെ ശബത്ത് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. പഠിച്ചു നോക്കാം, വേഗത്തിൽ ചില കാര്യങ്ങൾ പറയാം. Number 1, reasons why Sabbath is not valid today. Number 1, ഇന്ന് ശബത്തിന് നിയമസാധുതയില്ല. ഇന്ന് ശബത്ത് ആരും ആചരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ 1ാം കാരണം, ഇറ്റ് വാസ് ഗിവൺ ടു റിമെമ്പർ ദാറ്റ് ഗോഡ് റെസ്റ്റഡ് ഓൺ ദ 7th ഡേ. 7ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്നത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആദ്യം ഇത് കൊടുത്തത്. Exodus 20 verse number 11, പുറപ്പാട് പുസ്തകം 20:11. For in 6 days the Lord made the heavens and the earth, the sea, and all that is in them, but he rested on the 7th day. Therefore the Lord blessed the Sabbath day and made it holy. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച്. അപ്പൊ ശബത്ത് വന്നതിന്റെ ഒരു കാരണം എല്ലാവർക്കും മനസ്സിലായോ? എന്തായിരുന്നു? കർത്താവ് 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ച് 7ാമത്തെ ദിവസം അവൻ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റണം. ഇപ്പോഴും എല്ലാ 7ാം ദിവസം കർത്താവ് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല. പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു ദിവസം വിശ്രമിച്ചുള്ളൂ. അതിനുശേഷം ഇന്ന് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നു, ഞാനും വർക്ക് ചെയ്യുന്നു. സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ഹോളിഡേ ഇന്ന് കർത്താവിനില്ല, അന്ന് ഒരു പ്രാവശ്യം ഉണ്ടായുള്ളൂ. 2, ഇറ്റ് വാസ് ടു കൊമമറേറ്റ് ദ ഡെലിവറൻസ് ഫ്രം ഈജിപ്റ്റ്. ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കർത്താവ് കൊടുത്തത്. ഡ്യൂട്രോണമി 5:15, ആവർത്തന പുസ്തകം 5:15 കാണാം. റിമെമ്പർ ദാറ്റ് യു വർ സ്ലേവ്സ് ഇൻ ഈജിപ്റ്റ് ആൻഡ് ദാറ്റ് ദ ലോർഡ് യുവർ ഗോഡ് ബ്രോട്ട് യു ഔട്ട് ഓഫ് there with a mighty hand and an outstretched arm. Therefore the Lord your God has commanded you to observe the Sabbath day.
നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. അപ്പോൾ രണ്ടാം കാരണം എന്താണ്? ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന്, ആ ദേശത്ത് അടിമയായിരുന്ന സ്ഥലത്ത് നിന്ന് ദൈവം തൻ്റെ ബലമുള്ള കൈകൊണ്ട് ഭുജം കൊണ്ട് പുറപ്പെടുവിച്ചത് ഓർക്കാൻ വേണ്ടി ആ ദിവസം അതൊക്കെ ഇരുന്ന് ഓർത്തോളാം. ഇങ്ങനെ ഇരിക്കുന്ന ദിവസം, വിശ്രമിച്ചിരിക്കുന്ന ദിവസം കർത്താവ് പണ്ട് വിടിവിച്ച കാര്യം ഓർക്കുക. ഹല്ലേലൂയ. അതാണ് രണ്ടാം കാരണം. മൂന്നാം, ഇറ്റ് വാസ് ഓൺലി എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഇറ്റേണൽ റെസ്റ്റ്. ഭാവിയിലെ നിത്യമായ ഒരു വിശ്രമം, അതിൻ്റെ നിഴലായിരുന്നു ശബത്ത്. വെൻ ദ റിയാലിറ്റി കെയിം ഇറ്റ് ബിക്കെയിം ഒബ്സൊലേറ്റ്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം വന്നിരിക്കുന്ന ഈ സമയത്ത് അത് കാലഹരണപ്പെട്ടു. ഇനി അത് ആചരിക്കേണ്ട ആവശ്യമില്ല. 1-2 വചനങ്ങൾ നോക്കാം. കൊലോസ് ലേഖനം 2:14 മുതൽ 17 വരെ. കൊലോസിയൻസ് 2:14-17. അതുപോലെ ഹീബ്രൂസ്, എബ്രായ ലേഖനം 4:1 മുതൽ 11 വരെ, 10:1. ഇതെല്ലാം ഇതിൽ കാണാം. അത് 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്നാൽ ഹീബ്രൂസ് 4:1 മുതൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥത, റെസ്റ്റ്, വിശ്രമം, അവന്റെ വിശ്രമം. ഓക്കെ, വായിച്ചോ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ എന്ന് വെച്ചാൽ ആ റെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഓക്കെ, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഭാഗമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശബത്തിൻ്റെ കൽപ്പന വിശദീകരിച്ച് പറയുകയാണ്. ഓക്കെ, അടുത്തത്, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അടുത്തത്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ഓക്കെ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. വായിക്കാം. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീർന്നു. അടുത്ത വചനം കൂടെ. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ആ സ്വസ്ഥതയിലാണ് പ്രവേശിക്കേണ്ടത്, ഈ സ്വസ്ഥതയിലല്ല. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വസ്ഥത? ന്യായപ്രമാണം അനുസരിച്ച് യഹൂദന്മാർ കഷ്ടപ്പെട്ടു. ഇന്നലെ അതൊരു വലിയ നുകമായി തീർന്നു എന്നാണ് നമ്മൾ കണ്ടത്. ശരിയാണോ? നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വഹിക്കാൻ കഴിയാത്തൊരു നുകമായി അത് മാറി. അവരെങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച് പ്രവർത്തിച്ച പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാൻ ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഒന്നെന്ത് ചെയ്തു? എല്ലാം തൻ്റെ പ്രവൃത്തിയാൽ അതങ്ങ് നിവൃത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പൊക്കോ, പ്രവൃത്തികളാൽ ഇനി രക്ഷ വേണ്ട. വിശ്വസിച്ച് എൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, സൗജന്യമായി നിങ്ങൾക്ക് രക്ഷ തന്നേക്കാം. അങ്ങനെ ഇന്ന് നമ്മൾ കൽപ്പനകൾ പ്രമാണിച്ചും ന്യായപ്രമാണം പ്രമാണിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രവൃത്തികളാലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം ദൈവപുത്രൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ദൈവപുത്രൻ്റെ മേലുള്ള പ്രസാദം ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പമാക്കി മാറ്റി. അപ്പോൾ ഈ ശബത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു ആത്മീയ സ്വസ്ഥതയാണ്, സ്പിരിച്വൽ റെസ്റ്റ്. ശരീരത്തിൻ്റെ മാത്രമല്ല, അതെന്ന് വേണമെങ്കിലും ചെയ്യാം. അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്തു, അത് ശനിയാഴ്ച ആകണമെന്നില്ല. നിങ്ങൾക്ക് അല്പസമയം റെസ്റ്റ് വേണം, ശരീരം ഒന്ന് ശരിയാകണം, എപ്പോൾ വേണമെങ്കിലും റെസ്റ്റ് എടുത്തോ. അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം നിയമിച്ചാക്കേണ്ട ആവശ്യമില്ല. പകരം
ശബത്തൊരു നിഴലായിരുന്നു. ദൈവപുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ സ്വസ്ഥതയുടെ, അതാണ് 11:28 ഇന്നലെ നമ്മൾ കണ്ടത്. ആ സ്വസ്ഥതയുടെ ഒരു നിഴലായിരുന്നു പണ്ടത്തേത്. ഹല്ലേലൂയ. ഇനി മനുഷ്യവംശം ആരും കർമ്മമാർഗത്താൽ, കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്ലഷറിന് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്താൽ മാത്രം മതി? കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് ചുമ്മാ അങ്ങ് വിശ്വസിച്ച് പ്രവേശിച്ചാൽ മാത്രം മതി. ശബത്ത് നിവൃത്തിയായി. പറ, എന്തിനു വേണ്ടിയാണോ ആ കൽപ്പന നിലകൊണ്ടിരുന്നത് അത് നിവൃത്തിയായി. എങ്ങനെ? ദൈവപുത്രൻ വന്നപ്പോൾ. ഇത് കൂടാതെ ഒരു ശബത്ത് അനുഭവം ഇനി ശേഷിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതെന്താണത്? നിത്യകാലം ഈ ഭൂമിയിലെ കഠിനതകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, അധ്വാനത്തിൽ നിന്നും, രാപകലുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ഒരു വിശ്രമം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് നിത്യതയുടെ ഒരു സ്വസ്ഥതയാണ് കർത്താവിനോടുകൂടെ. ഹല്ലേലൂയ. ഈ അന്ത്യവിശ്രാമം കൊള്ളുന്നു എന്നൊക്കെ പറയാം, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. അന്ത്യവിശ്രാമം കൊള്ളുന്നു എന്ന് പറയുന്ന പലരും വിശ്രമമൊന്നും ഇല്ലാതെ ചിലപ്പോൾ നരകത്തിലായിരിക്കും കിടക്കുന്നത്. ഒരു വിശ്രമവും കിട്ടില്ല അവിടെ. അതിനെക്കുറിച്ചല്ല പറയുന്നത്. കർത്താവിനോടുകൂടെ നിത്യകാലം സന്തോഷത്തിൽ ഈ ഭൂമിയിലുള്ള ദുരിതങ്ങളോ കഷ്ടങ്ങളോ ശാപങ്ങളോ രോഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ജീവിതമുണ്ട്. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് മീനിങ്. ഇനി അടുത്തത്, ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ന്യൂ കവനൻറ്റ്. പുതിയ ഉടമ്പടിയിൽ ഇങ്ങനെ ഒരു കൽപ്പനയേ ഇല്ല, ഇങ്ങനെ ഒരു പരിപാടിയില്ല. ഇനി the physical and spiritual benefits of the rest day can be realized on any other day as well as on Saturday. ഞാൻ നേരത്തെ പറഞ്ഞു, ശനിയാഴ്ച മാത്രമല്ല, ആത്മീയമായും ശാരീരികമായുമുള്ള സ്വസ്ഥതയ്ക്ക്, റെസ്റ്റിന്, പ്രാർത്ഥിക്കാനും, ഒരിടവേള ഒരു ബ്രേക്ക് എടുക്കാനും ഏത് ദിവസവും നമുക്ക് ഈ കാലത്ത് ഉപയോഗിക്കാം. ഇനി the New Testament permits Christians to keep any day as the Sabbath in the sense, ഇന്നത്തെ കാലത്ത് ദൈവമക്കൾക്ക് ഏത് ദിവസവും എന്ത് ചെയ്യാം? ശബത്ത് പോലെ, മറ്റേ ശബത്തല്ല, റെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. The day early Christians observed not by commandment but by choice was the first day, the Sunday. ഇനി ആദിമ ക്രിസ്ത്യാനികൾ, ആദിമ സഭയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ് അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കൂടി വന്നത്. അത് യഹൂദന്മാരുടെ ശബത്തല്ല, കർത്താവിൻ്റെ ആഴ്ചയിൽ ഒരിക്കൽ ആരാധിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അത് ദൈവം കൽപ്പന കൊടുത്തതല്ല, പക്ഷേ അവരങ്ങ് തീരുമാനിച്ചതാണ്. സഭയിലെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു, 1-ാം ദിവസം നമുക്ക് കൂടി വരാം. ഒരിക്കലും കർത്താവ് വന്നിട്ട് 1-ാം ദിവസം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നുകൂടി എംഫസൈസ് ചെയ്യുന്നു. ദ ട്രൂ സാബത്ത് ഈസ് ഫൗണ്ട് ഇൻ ജീസസ് ഹു ഈസ് ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ശബത്തിൻ്റെയും കർത്താവാകുന്നു ഞാൻ എന്ന് പറഞ്ഞ കർത്താവിലാണ് യഥാർത്ഥമായ ശബത്തിരിക്കുന്നത്, അഥവാ സ്വസ്ഥത ഇരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ഗിവ് യു റെസ്റ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഗിവ് യു സാബത്ത്. ഹലോ, കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട്, ഓവർ ടൈം ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ശബത്ത് തരാം. സോ ജീസസ് ഈസ് അവർ സാബത്ത്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ദ സാബത്ത്. കർത്താവിലാണ് ഇന്ന് വിശ്രമമുള്ളത്, കർത്താവിലാണ് സ്വസ്ഥതയുള്ളത്, കർത്താവാണ് നമ്മുടെ ശബത്ത്. പറഞ്ഞേ, അടുത്ത ചില ഭാഗങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് വായിക്കാം. 9-ാമത്തെ Matthew 12:9. Going on from that place, he went into their synagogue, and a man with a shriveled hand was there, looking for a reason to bring charges against Jesus. They asked him, is it lawful to heal on the Sabbath? He said to them, if any of you has a sheep and it falls into a pit on Sabbath, will he not take hold of it and lift it out? How much more valuable is a person than a sheep? Therefore, it is lawful to do good
on the Sabbath. Then he said to the man, stretch out your hand. So he stretched out, and it was completely restored, just as sound as the other. അവൻ അവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. ഇവിടെയും കുറച്ച് ദേഷ്യത്തോടെയാണ് കർത്താവ് ഈ ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുന്നത്. കാരണം കർത്താവ് അവർക്ക് തോന്നി വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ അവിടെ പള്ളിയിലിരിക്കുക. അപ്പോൾ കർത്താവ് അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് അയാളുടെ കയ്യിലേക്ക് നോക്കുന്നത് ഇവർ കണ്ടു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇപ്പോൾ സൗഖ്യമാക്കാൻ പോവുക. അപ്പോൾ തന്നെ ഒരു ചോദ്യം ഉയർത്തി, ദേ ഈ പരിപാടി, നിങ്ങളുടെ ഈ ഹീലിംഗ് മിനിസ്റ്റർ, ഇന്ന് ശബത്താണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മളെല്ലാം യഹൂദന്മാരാണ്, മോശയുടെ കൽപ്പന നമുക്കുണ്ട്, ഈ ശബത്തിൽ ഇത് ചെയ്യാമോ? ആദ്യമേ ഇങ്ങോട്ട് ചോദിച്ചു. കർത്താവ് ഉടൻ തന്നെ മറുപടി കൊടുത്തു, നിങ്ങളുടെ കഴുതയോ ആടോ എന്തെങ്കിലുമൊക്കെ കുഴിയിൽ വീണാൽ നിങ്ങൾ കയറ്റുമോ? ശബത്താണ്, ഞായറാഴ്ച നേരം വെളുക്കട്ടെ എന്നിട്ട് നമുക്ക് കുഴിയിൽ നിന്ന് കയറ്റാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ആടിനേക്കാൾ വിലയുള്ള ഈ മനുഷ്യനെ ഞാൻ ഇന്ന് സൗഖ്യമാക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ദേഷ്യത്തിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. കൈനീട്ടാൻ പറഞ്ഞു. കൈനീട്ടി. ദാറ്റ്സ് ഓൾ. ഹി വാസ് ഹീൽഡ്. ഹല്ലേലൂയ. Wrong interpretation and distortion of the word are very, very dangerous. അന്നും ഇന്നും തെറ്റായി വചനം വ്യാഖ്യാനിക്കുക, വചനത്തെ വളച്ചൊടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക. പുതിയ നിയമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പസ്തലന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിലൊരു വലിയൊരു പങ്കും ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ശക്തമായ മറുപടികളും താക്കീതുകളും ഒക്കെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗലോസ്, പത്രോസ്, യോഹന്നാൻ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. കാരണം സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ് വചനമെടുത്ത് ദൈവം ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു രീതിയിൽ അതിനെ പഠിപ്പിക്കുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ ആത്മാവാണ്. ഇവിടെ വരണ്ട കൈയുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. ആ കൈ ഒന്ന് ആലോചിച്ച് നോക്കാമോ? കൈ മുഴുവനും ഇങ്ങനെ വരണ്ട് ഉണങ്ങി ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ്റെ. കർത്താവ് കൈനീട്ടാൻ പറഞ്ഞു. അത് വരണ്ട് ഒരുപക്ഷെ ഇങ്ങനെ ഉണങ്ങി മടങ്ങി ഇങ്ങനെ കമ്പ് പോലെ ഇരിക്കുക. കർത്താവ് അയാളോട് നീട്ടാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ചുരുങ്ങിയിരിക്കുമായിരുന്നു. നീട്ടിയപ്പോൾ അവിടെ പറയുന്നത് അത് മറ്റേതുപോലെ സൗഖ്യമായി. ഇപ്പുറത്തെ കൈക്ക് എത്ര വണ്ണമുണ്ട്, മസിലുണ്ട്, അതുപോലെ തന്നെ നീട്ടിയ ഉടനെ സൗഖ്യമായി. ക്രിയേറ്റീവ് മിറക്കിൾ, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ. പെട്ടെന്നൊരു സൗഖ്യം നടന്നു. ഇവരെന്താ ചെയ്തെന്ന് നോക്ക്. 14. But the Pharisees went out and plotted how they might kill Jesus. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. അവരോടൻ തന്നെ തീരുമാനമെടുത്തു, ഇവനെ കൊല്ലണം. ഇങ്ങനെയുണ്ട്. ഇത്രയും വലിയൊരു മിറക്കിൾ കണ്ണുകൊണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. പള്ളിയിലുള്ള എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കൈ നീട്ടി ഉടൻ തന്നെ ആ മാംസമെല്ലാം വന്ന് ഒരേപോലെയായ ആ മനുഷ്യൻ കൈ രണ്ടും ഉടനെ അവർ തീരുമാനിച്ചു ഇവനെ കൊല്ലും. പറഞ്ഞേ, ഇതാണ് ലോകം. നമ്മൾ വിചാരിക്കും നമ്മുടെ മിനിസ്ട്രിയൊക്കെ അങ്ങ് വിജയിച്ച് ഭയങ്കര സൂപ്പർ പവറായി കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് ഒന്ന് പൂമാലിടും. ഇല്ല മോനെ, കുരിശ് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക, കിരീടം അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ലോകം. അതുകൊണ്ടൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരിനിക്ക് എന്തിനായി. എൻ്റെ നാഥന് മുൾമുടി കൊടുത്ത ലോകമേ, നിൻ്റെ വലിയ പേരൊന്നും എനിക്ക് വേണ്ട. എൻ്റെ കർത്താവിനെ നിങ്ങൾ എന്താ ചെയ്തത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? പലപ്പോഴും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ മിനിസ്റ്റർ, വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ ചില ലെറ്ററുകൾ വരും. ഊമക്കത്തായിരിക്കും. അതിൽ പേരെഴുതാനുള്ള തൻ്റെ ഇടം പോലും പലർക്കും ഇല്ല, പേരെഴുതാനുള്ള നട്ടല് പോലും ആർക്കുമില്ല. എന്നിട്ട് അഡ്രസ്സും ഇല്ല, ഒന്നുമില്ലാതെ കത്തുകൾ വരും ചീത്ത വിളിച്ചുകൊണ്ട്. സോ വലിയ വലിയ മിറക്കിൾസൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ഒരു അംഗീകാരമായി. നോ, അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെയുള്ളവരോട് ഞാൻ പറയുക, നിങ്ങളിലേക്ക് കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ അങ്ങ് വന്ന് ഒരു മെഡലും വലിയൊരു അവാർഡ് ദാന ചടങ്ങൊക്കെ വെച്ച് കർത്താവ് ശുശ്രൂഷ വെളിപ്പെടുത്തി അതുകൊണ്ട് ആദരിക്കാൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർ കാണും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, എൻകറേജ് ചെയ്യുന്നവർ ഒരു വിഭാഗം കാണും. മറുഭാഗത്ത് എന്തുകൂടെ കാണും? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിക്കുന്നൊരു സംഘം മറുഭാഗത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മറക്കരുത്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്താം. കർത്താവേ, ഈ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ ഞങ്ങൾ ഓർക്കുന്നു. അവൻ നന്മ മാത്രം ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ജനങ്ങളെ വിടുവിച്ച് ഭൂതങ്ങളെ പുറത്താക്കി, വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കി. ഇതെല്ലാം ചെയ്തിട്ടും മനുഷ്യർ കൊല്ലുവാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ചില പ്രയാസങ്ങൾ വരുമ്പോൾ അത് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കരങ്ങളും ഉയർത്തി യേശുവിന് നന്ദി പറയാം. വായ്കളെല്ലാം തുറന്ന് നന്ദി പറയാം. ഓ ലോർഡ്, വി വർഷിപ്പ് യു. ജീസസ്, വി വർഷിപ്പ് യു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് ചുമന്നതിനായി നന്ദി അപ്പാ. കൂടുതൽ ശബ്ദത്തിൽ കർത്താവിന് നന്ദി പറയാം, സ്തുതിക്കാം. കർത്താവ് കാണിച്ചു തന്ന മാതൃകയ്ക്കായി നന്ദി. അന്ധകാരത്തിന്റെ പുതപ്പ് വലിച്ചു കീറി അങ്ങ് ജനങ്ങളെ വിടുവിച്ചതിനായി നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുമ്പിടാം, പ്രാർത്ഥിക്കാം. നിങ്ങളിത് കുടുംബമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, 20-23 മുതലുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരും മറുകരയിലേക്ക് പടകിൽ കയറി അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കൂളും അടിച്ചു, വലിയ തിരമാലകൾ വന്നു. യേശു അവിടെ ഉറങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വള്ളം മുങ്ങുമോറ് തിരകൾ അവിടെ അടിച്ചു. അപ്പോൾ യേശു കർത്താവ് അവിടെ എഴുന്നേറ്റ് യേശുവിനെ അവർ ഉയർത്തി, യേശുവിനെ ഉണർത്തി. അവർ യേശു ഉറങ്ങുന്നത് കണ്ടപ്പോൾ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് ഉടനെ ചോദിച്ചത് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് പറഞ്ഞ, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ അവർ മനുഷ്യർ വളരെയധികം അതിശയിക്കുകയുണ്ടായി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമല്ലോ. യേശു അവരെ വിളിച്ച അല്പവിശ്വാസികളെ എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചത്. യേശു എഴുന്നേറ്റ് ശാസിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള യേശു ചിന്തിക്കുന്നൊരു കാര്യമാണ്, യേശു അവരിൽ നിന്ന് ഉദ്ദേശിച്ചത് അവർ എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയൊക്കെ ശാസിക്കുകയായിരുന്നെങ്കിൽ അത് മാറിയാണ്. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ, ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചെന്ന് വീഴാൻ പറഞ്ഞാൽ
അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ സമയത്ത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നമ്മുടെ ചുറ്റുപാടും നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ സഭയെ, വിശ്വാസികളെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ വില്ലേജിനെ, നമ്മുടെ വാർഡിനെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഇന്ത്യയെ കർത്താവ് തൊടാൻ പോവുകയാണ്. ചുറ്റുപാടും കാറ്റും കോളും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ചിലതിനോടൊക്കെ അടങ്ങാൻ പറയുമ്പോൾ, ചിലതിനോടൊക്കെ കൽപ്പിക്കുമ്പോൾ, അത് വിശ്വാസത്താൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അടങ്ങാൻ പോവുകയാണ്, അമർച്ചയിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗമാകാം, കടഭാരമാകാം, ഞെരുക്കമാകാം, വിശ്വാസത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാറ്റും കോളും തിരയുമായി വന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനോട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങാൻ പറയുക, വഴിമാറാൻ പറയുക, വഴി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും, കാറ്റാണെങ്കിലും കോളാണെങ്കിലും ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. കടലിനെയും കാറ്റിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, യേശു കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തൊരു നീക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം അയക്കണമേ കർത്താവേ. അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണല്ലോ. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശു കർത്താവ് രാജാവായി എഴുന്നേൽക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, വഴി കാണുന്നില്ല, പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നറിയില്ല. പക്ഷേ യേശു കർത്താവേ, അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഈ പ്രശ്നത്തെ ശാസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസം നിറഞ്ഞവരായി ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ള ആ പ്രശ്നത്തെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറിപ്പോകട്ടെ, ഈ കടഭാരം നീങ്ങിപ്പോകട്ടെ, ഈ കാറ്റ് നീങ്ങിപ്പോകട്ടെ, ഈ കുടുംബത്തിലെ വലിയ കലഹം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒത്തിരി നാളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് മാറാത്ത ചില കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ആ കലഹത്തിന്റെ പ്രശ്നം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത് തുറക്കപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. താങ്ക് യു ലോർഡ്. ആ വഴികളെ കർത്താവ് തുറന്നതിനായി, ആ കാറ്റിനെ അങ്ങ് അടക്കിയതിനായി, അതിനെ ശാന്തമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച കൊറോണ വൈറസിൻ്റെ ഭീതിയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ, അങ്ങ് ശാന്തമാക്കണമേ. ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ നോക്കി അങ്ങ് കൽപ്പിക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ, അങ്ങ് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വളരെ വേഗത്തിൽ ഈ കൊറോണയുടെ വ്യാപനം നിലയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ നടക്കാൻ പോവുകയാണ്. രോഗികളെല്ലാവരും സൗഖ്യമാകപ്പെടട്ടെ. പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നു ചേരട്ടെ. വാക്സിനുകൾ എല്ലാവരിലേക്ക് എത്തിച്ചേരട്ടെ. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൊറോണയുടെ മേഖലയിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ജനത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലൈവ് ചാറ്റിലൂടെ ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിനകത്ത് ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവ് അയക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമുക്ക് മോർണിംഗ് ഗ്ലോറി നമുക്കുണ്ട്. ബദരാമൻ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ക്ലാസ്സുകൾ രാവിലെയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വചന പഠനത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. ഈ സമയങ്ങൾ കർത്താവിനെ കൂടുതൽ എടുക്കുവാൻ, വചനത്തിൽ പഠിക്കുവാൻ, ദൈവശക്തിയാൽ നിറങ്ങുവാൻ, ദൈവിക അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. യേശുവിൻ നാമമൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര.